പെരിന്തൽമണ്ണയിൽ സ്വർണ്ണക്കട പൂട്ടി വന്ന ആൾക്കാരുടെ കൈവശത്തുനിന്ന് 3.5 കിലോ സ്വർണം തട്ടിയെടുത്ത് ഗുണ്ടകൾ കാറിൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. പെരിന്തൽമണ്ണ MK ജ്വല്ലറി ഉടമയും അയാളുടെ സഹോദരനും കടപൂട്ടി 3.5 കിലോയോളം സ്വർണം അവരുടെ കൈവശം കടയിൽ വെക്കാതെ കയ്യിലെടുത്ത് അവർ സ്കൂട്ടറിൽ പെരിന്തൽമണ്ണ ടൗണിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാറ് വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ചു. ആ സ്കൂട്ടറിലുണ്ടായിരുന്ന ആ ജ്യേഷ്ഠൻ്റെ മുഖത്ത് ഏതോ ഒരു കട്ട കൊണ്ട് ഒരാൾ ഇടിച്ച് ബ്ലീഡ് ചെയ്ത് അതിൽ തറയെ വീണു. മറ്റേ ആളെ അവർ ഉപദ്രവിച്ചു, അയാൾക്ക് പരിക്കേറ്റു, രണ്ടുപേരും റോഡിലടിച്ചു വീണു. എന്തായാലും ആ കാറിനകത്ത് ഉണ്ടായിരുന്ന 9 പേരിൽ 4 പേരെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടിച്ചു. ബാക്കി 5 പേര് കാറുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കേരളത്തിലെ ധാരാളം സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുണ്ട്. തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, പെരിന്തൽമണ്ണ എല്ലാ ഭാഗങ്ങളിലുണ്ട്. ഇങ്ങനെ തട്ടിച്ചെടുക്കുന്ന സ്വർണം ഇത് വാങ്ങാനായിട്ട് കോയമ്പത്തൂർ പ്രത്യേക തെരുവുകൾ തന്നെയുണ്ട്. അവിടെ പോയി ഈസി ആയിട്ട് വിൽക്കാം, പണമായിട്ട് വരാം. രണ്ടാമത് ആ വിറ്റ ആൾക്കാരെ പിന്നെ കാണാൻ കഴിയില്ല, പോലീസിന് റെക്കോർഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ 9 പേര് വന്നവരിൽ 4 പേരെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടിച്ചു. അവർ വരന്തരപ്പള്ളിയിലുള്ളവരും കോഴിക്കോട്ടുള്ളവരും ഒക്കെ ഉണ്ട്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 5 പേര് ആ കാറിൽ രക്ഷപ്പെട്ട് തൃശ്ശൂർ വരെ വന്നു. അതിനുശേഷം തൃശ്ശൂരിൽ കാർ ഉപേക്ഷിച്ചു. 5 പേരും 5 വഴിക്ക് പോകുന്ന കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ 3.5 കിലോ സ്വർണം ആ 5 പേരുടെ കയ്യിലാണ്. അവരത് വീതിച്ചെടുത്തുണ്ടാവും. പോലീസ് പിടിച്ച 4 പേര്, നാട്ടുകാരുമായിട്ട് ചേർന്ന് പിടിച്ച 4 പേരുടെ കയ്യിൽ 1 പവൻ പോലും സ്വർണ്ണമില്ല. അവരുടെ കയ്യിൽ വശത്ത് 4 പേരുടെ കൈവശം ഒരു സ്വർണം ഏൽപ്പിച്ചില്ലായിരിക്കും. മറ്റ് 5 പേര് ആ സ്വർണം കൊണ്ടുപോയി 5 വഴിക്ക് പോയെങ്കിൽ 5ആയിട്ട് വീതം വെച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കാറ് കിട്ടിയിട്ടുണ്ട്. ഈ 4 പേരെ കിട്ടി. അതുകൊണ്ട് 5 പേര് ആരാണെന്ന് പോലീസിന് ഇപ്പോൾ അറിയാം. അതുകൊണ്ട് കേസിൻ്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും, പ്രതികളേക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ സ്വർണം കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. 3.5 കിലോ സ്വർണ്ണമാണ് പോകുന്നത്. 2-3 കോടി രൂപയുടെ സ്വർണ്ണമാണ്. ഏതായാലും സ്വർണ്ണക്കടക്കാരുടെ എല്ലാം ജീവൻ അപകടത്തിലാണ്. അവർക്ക് കടയിൽ സ്വർണം വയ്ക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ കടക്കാരെല്ലാം സ്വർണം വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവർ സ്വർണ്ണമായിട്ട് ഇടപാടുകൾ നടത്തുന്നവരെല്ലാം ജീവൻ റിസ്കിലാണ്. കാരണം ഇവിടെ ആര്യനായിട്ടൊരു സംഭവം ഉണ്ടായി തിരുവനന്തപുരത്ത് 3-4 വർഷമായി. ആര്യനാട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് സ്വർണം എല്ലാ ദിവസവും അവിടെ എടുക്കുന്ന സ്വർണം പേരൂർക്കട കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് വെക്കും. അവിടുന്ന് പഴയ സ്വർണം നേരത്തെ വെച്ചത് എടുക്കും, പൈസ കൊടുത്ത് എടുക്കുകയും ഈ പുതിയ സ്വർണം അവിടെ പണയം വെക്കുകയും. ഇത് ദൈനംദിനം ചെയ്യുന്ന ഒരാൾ, ഒരു എക്സ് മിലിറ്ററിക്കാരന് 2-3 വർഷം മുമ്പ് പേരൂർക്കടയിൽ പണയം വെച്ച് സ്വർണവുമായിട്ട് മടങ്ങിയ ആളെ അത് നെടുമങ്ങാട് റൂട്ടിൽ പോയിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ ആളെയും കണ്ടില്ല, അയാളുടെ സ്കൂട്ടറും കണ്ടിട്ടില്ല. അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കാശും നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്ന് വരെ ആ മനുഷ്യൻ്റെ ബോഡി പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതുപോലെയുള്ള സംഘങ്ങൾ ഈ തിരുവനന്തപുരത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നവർ തൃശ്ശൂരും കോഴിക്കോടും പാലക്കാടും കണ്ണൂരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഒരാൾ കാണും, അവിടെയുള്ള 2 പേര് കാണും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ ഇത് മൊത്തമായിട്ട് ഇത് പഠിച്ചിട്ട് ക്രൈംബ്രാഞ്ചിൽ ആരെങ്കിലും വിദഗ്ധർ ഇവരെ എല്ലാവരെയും തൂത്തുപിറക്കി അറസ്റ്റ് ചെയ്ത് ഇവരെ കൺവിക്റ്റ് ചെയ്ത് വിടാനുള്ള സംവിധാനം കേരളത്തിലില്ല. ഇപ്പോൾ അവിടെ തന്നെ 4 പേരെ ലഭിച്ചിട്ടുണ്ട്. 5 പേരെ ഇനി ലഭിക്കണം. സ്വർണവും ലഭിക്കണം. എന്നിത് റെഡിയാകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം സ്വർണം കിട്ടാനായിട്ട് വലിയ പാടാണ്. പ്രതികളെ ചിലപ്പം കിട്ടിയേക്കും. അവരെ കസ്റ്റഡി വാങ്ങിച്ച് ആ സ്വർണം കണ്ടെടുക്കാനായിട്ട് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്നലെ രാത്രി ഉണ്ടായ ഈ സംഭവം, 21-ാം തീയതി ഉണ്ടായ ഈ സംഭവം, അതിനകത്ത് എന്തായാലും പോലീസിൻ്റെ നാട്ടുകാരുടെയും ശ്രമഫലമായി 4 പേരെ പിടിക്കാനും പറ്റി. അവരുപയോഗിച്ച കാറും കിട്ടി. തീർച്ചയായിട്ടും ആ കാറ് ആരെയാണെന്ന് കണ്ടെത്താം, ഓപ്പറേഷൻ രീതി അറിയാം, പ്രതികൾ തെറ്റാനുള്ള സാധ്യത കുറവാണ്. കാറ് പരിശോധിച്ചപ്പം കാറിനകത്ത് വില കൂടിയ മദ്യക്കുപ്പികൾ ധാരാളം കിടക്കുന്നു. മിക്കവാറും അതെല്ലാം കുടിച്ച് തീർത്തിട്ടുണ്ടെന്നാണ്
ഇപ്പം മനസ്സിലാകുന്നത്. കേരളത്തിൽ ഇതുപോലെ പണി ചെയ്യാതെ ഈ സ്വർണം തട്ടിയെടുത്ത് അവർ എല്ലാ സ്റ്റാർ ഹോട്ടലിലും താമസിച്ച് അവിടുത്തെ മദ്യം, വില കൂടിയ മദ്യം കഴിച്ച് അവരുടെ പള്ള വീർപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ ധാരാളം പേരുണ്ട്. ആ 4 പേരുടെ ചില പടങ്ങൾ ഞാൻ കണ്ടു. ഒരാൾക്കൊരു 100-110 കിലോയെങ്കിലും തൂക്കം കാണും. അതുപോലെ തിന്ന് കൊഴുത്തവരാണ്. വല്ലവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തിന്ന് കഴിയുന്ന ഇതുപോലെയുള്ള പുതിയ തലമുറയിലെ ധാരാളം പേരുണ്ട്. ഇവരെയൊക്കെ കൃത്യമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ശിക്ഷിപ്പിക്കുകയും ജയിലിൽ ഒരു 10 വർഷമെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നല്ല കുട്ടികളായിട്ട് വളരാൻ പിന്നീട് കഴിയുള്ളൂ. അതുകൊണ്ട് കർശനമായ നടപടി വേണം. ഇപ്പം തന്നെ ഈ വിട്ടവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജാമ്യം ഒബ്ജക്റ്റ് ചെയ്യണം. മറ്റവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഇവർക്ക് ഒരിക്കലും ജാമ്യം കൊടുക്കാൻ കഴിയരുത്. ഇവരെ കൃത്യമായി കോടതിയിൽ പോയി പ്രോസിക്യൂഷൻ നടത്തി ശിക്ഷിപ്പിക്കാനുള്ള തന്ത്രം കൂടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.